ഇതാണ് എളുപ്പമാർഗം. ഒരു മൾട്ടിപർപ്പസ് യൂസുള്ള ഒരു സൂപ്പർ സംഭവം കേട്ടോ ഇത്. അതുകൊണ്ട് നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലേ ഇതിലെല്ലാം നശിച്ചു പോവും. ഇതിലെല്ലാം വെള്ളം അബ്സോർവ് ചെയ്തോളും. ഇതെല്ലാമേ ഞാൻ കഴിഞ്ഞ ദിവസം നട്ട കുറച്ച് വെണ്ടത്തൈകളാണ്. അപ്പോൾ ഈ വെണ്ടത്തൈകളൊക്കെ ഒരു വെയിലത്താണ് നിൽക്കുന്നത്. ഭയങ്കര ചൂടാണിവിടെ. ഇവർക്കൊക്കെ നല്ല ചൂട് കിട്ടുന്ന സ്ഥലം വേണമല്ലോ. പക്ഷേ ഈ ചൂടിനെ ഇപ്പോഴത്തെ നമ്മുടെ ഈ കാലാവസ്ഥയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമുക്ക് അത്ര തക്കതായ പൊത ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇന്ന് നമുക്ക് ഇവർക്കൊരു പൊത കൂടി ഇട്ട് കൊടുക്കാം. ഇതേ നമ്മുടെ ഒരു മുരിങ്ങയാണ്. നമ്മുടെ കോഴിക്കോടിൻ്റെ സൈഡിലുള്ള മുരിങ്ങ ഇതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെ ഒന്ന് മുറിച്ചു വിട്ടു. എനിക്ക് തോന്നുന്നു ഒരു 2 വീക്സേ ആയിട്ടുള്ളൂ ഇതിനെ മുറിച്ചിട്ട്. അപ്പോഴത്തേക്കും ഇത് ഇങ്ങനെയായി. നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കമ്പെടുത്ത് പൊതയിടാം. ഇതാണ് എളുപ്പമാർഗം. അപ്പോൾ ഇത് കുറച്ച് നമ്മുടെ കോഴിപ്പെണ്ണുങ്ങൾക്ക് തീറ്റയായിട്ടും കൊടുക്കാം. ബാക്കിയുള്ള നമുക്ക് പൊതയായിട്ടും ഇടാം. ഇത് നമ്മുടെ ഓൾ പർപ്പസ് തോട്ടിയാട്ടാ. ഇങ്ങനെ നമ്മളൊരു ഇതൊരു മെറ്റൽ ബാറാണ്. ഇവിടെ ഇതിനകത്ത് തോട്ടി പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. സൂപ്പർ സംഭവം, എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ചക്ക ഇടുന്നത്, മാങ്ങ പറിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അത്യാവശ്യം നമുക്ക് 2 കരിയാപ്പുണ്ട്. അത് നല്ല വലുതാണ്. ആ കരിയാപ്പിലേന്ന് കരിയാപ്പില ഒടിക്കുന്നത് നമ്മൾ ഇത് വെച്ചാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇതും പോകില്ല. നമുക്ക് നമ്മുടെ കരിയാപ്പൊക്കെ ഒടിയാതെ നമുക്ക് ചായച്ചെടുക്കാനും പറ്റും. പിന്നെ ഇത് മെറ്റലായതുകൊണ്ട് അത്യാവശ്യം നമ്മൾ ബലം കൊടുത്താലും ഇത് ഒടിയുവോ ഈ തോട്ടി ഊരിപ്പോവോ ഒന്നും ചെയ്യില്ല. ഈ തോട്ടി നല്ല രീതിയിൽ നമ്മളിങ്ങനെ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു മൾട്ടിപർപ്പസ് യൂസുള്ള ഒരു സൂപ്പർ സംഭവം കേട്ടോ ഇത്. അതുകൊണ്ട് നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. മറ്റാളെ ആശ്രയിക്കാതെ പല കാര്യങ്ങളും നമുക്ക് ഇത് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. നമ്മുടെ മുരിങ്ങയിലൊക്കെ താഴെ കിടപ്പുണ്ട്. നമുക്കിതങ്ങ് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ പുല്ല് വെട്ടിയതാണ്. നമ്മുടെ ഫ്രണ്ടിലത്തെ പുല്ലെല്ലാം കൂടെ വെട്ടിയത് നമ്മളെടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്ന ഇതെല്ലാം നല്ല ഉണങ്ങി. അപ്പോൾ ഇതിനെ നമുക്ക് ഇവർക്കൊരു പൊതയായിട്ട് ഉപയോഗിക്കാം. ഇതിലെല്ലാം വെള്ളം അബ്സോർവ് ചെയ്തോളും. ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിലേ ഇവരെല്ലാം നശിച്ചു പോകും. ചൂടിൻ്റെ കാഠിന്യമേ കൂടുന്തോറും നമ്മൾ ഇവർക്ക് കൊടുക്കേണ്ട സംരക്ഷണങ്ങളും കൂടുതലായിരിക്കണം. കാരണം ഈ ചൂടിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഇവർക്ക് എന്തൊക്കെ ഇട്ട് കൊടുക്കണോ അതെല്ലാം നമ്മൾ ചെയ്യണം. ഭയങ്കര ചൂടല്ലേ. കുറച്ച് കഴിയുമ്പോഴേക്ക് സൂര്യൻ ഉച്ചയിലാവും. ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റാത്ത അത്ര വെയിലാണ്. ഇത് നമുക്ക് ഇടയ്ക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലെല്ലാം വെള്ളം അബ്സോർവ് ചെയ്ത് കിടന്നോളും. അപ്പം ഇവർക്ക് നല്ലൊരു തണുത്ത അറ്റ്മോസ്ഫിയർ കിട്ടും. ഇനി ഇടുന്നതേ ഇതാണ്. ഇത് ചാരം, കോഴിക്കാഷ്ടം, മണ്ണ്. ഇത് നല്ല മിക്സ് ചെയ്തതാണ്. പക്ഷേ ഇത് നല്ലപോലെ നമ്മൾ തണുപ്പിച്ചതാണ്. ഒട്ടും ചൂടില്ല. എന്നാൽ പോലും ചെടിയുടെ നേരെ ചുവട്ടിലിടാതെ മാറ്റിയാണ് നമ്മളിട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ പൊതിയിടാനായിട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ മുരിങ്ങയിലകൾ. നമുക്ക് മുരിങ്ങയില ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ കറി വെക്കുന്നതും ഒക്കെ ഇത് തന്നെയാണ്. പക്ഷെ കുറേ കഴിയുമ്പം റിപ്പീറ്റേഷൻ ആകുമ്പോഴേക്കും എല്ലാവരും മടുക്കും.
അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കിതൊക്കെ ഉപയോഗിക്കാം. ഉള്ളത് കൊണ്ടേ ഓണം പോലെ എന്ന് പറഞ്ഞ പോലെയാണ്. നമുക്ക് സ്ഥലം കുറവാണേലും ഉള്ള സ്ഥലത്ത് നമ്മൾ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പഴവർഗ്ഗങ്ങളാണേലും പച്ചക്കറികളാണേലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയി കഴിയുമ്പോഴേ ഇതിനകത്ത് വെള്ളം നല്ല രീതിയിൽ പിടിച്ച് കിടന്നോളൂ. അങ്ങനെ നമ്മൾ ഇവർക്ക് നല്ല ഒരു തണുത്ത സ്ഥലമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇനി നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചേക്കാം. ഒന്നേ എത്ര വെള്ളം ഒഴിച്ചാലും ഒരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതെല്ലാം ഉണങ്ങി വരണ്ട് നിൽക്കും. ചൂട് നല്ല രീതിയിലായി. ഇനി നമുക്കിവർക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തേക്കാം. അപ്പോൾ ഒന്ന് കുതിർത്തിട്ട് കഴിഞ്ഞാൽ ഇവർക്കുള്ള തണുപ്പ് ഇതിനകത്ത് തന്നെ കിട്ടിക്കോളും. നല്ല ഉണങ്ങിയ പുല്ലൊക്കെ ആയതുകൊണ്ട് എല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞാൽ കുറേയേറെ നേരത്തേക്ക് മണ്ണൊക്കെ തണുത്ത് കിടക്കും. നമ്മുടെ കൃഷികളിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ക്ലൈമറ്റിനെയാണ്. ഏത് ക്ലൈമറ്റാണോ അതനുസരിച്ചുള്ള സാധനങ്ങളും ആവശ്യമുള്ള ഘടകങ്ങളും ഒക്കെ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ ഇവരെല്ലാം വാടിപ്പോവും. ഇപ്പോഴേ നമ്മുടെ മണ്ണ് നല്ലപോലെ നനഞ്ഞ് കുതിർന്ന് കിടക്കുകയാണ്. ആ ഉണങ്ങിയ പുല്ലുകളിലെല്ലാം വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം കുതിർന്ന് നല്ലപോലെ മണ്ണിനെ നനച്ചിരിക്കുക. നമ്മളിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഉണങ്ങിയ പുല്ലും കോഴിക്കാരും ചാരവും ഈ പച്ചിലകളും ഇതെല്ലാം മണ്ണിൽ അലിഞ്ഞു കഴിയുമ്പോൾ നല്ലൊരു വളവും കൂടെയാണ്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു പൊതയാണ് നമ്മളിട്ട് കൊടുത്തിരിക്കുന്നത്.